നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ടീച്ചർമാരാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഏൽപ്പിച്ചിരുന്നു. ഈ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ പഞ്ചായത്തിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ, ഭിന്നശേഷിക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ അതിനി ഒരു മുടക്കവും വരുത്താതെ കൃത്യമായി തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു പഠിത്ത സ്കൂൾ, മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു പഠിത്ത സ്കൂൾ എന്നുള്ള ഒരു തീരുമാനം അത് ഈ ഭരണസമിതിയുടെ പരിഗണനയിലുണ്ട്. അതും ഇവിടെ നടപ്പിലാകും. ആദ്യമേ പറയട്ടെ, ഈ ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നമ്മളെ പോലെയുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് ഇവരെല്ലാം എന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് ICDS സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള മഴവില്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസന്ന ബിജേഷ് അധ്യക്ഷയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാധിക മാധവൻ മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ്, KK സോമി, സജിത, ICDS സൂപ്പർവൈസർ അസീന എന്നിവർ പ്രസംഗിച്ചു. ഭിന്നശേഷി അംഗങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടായി. വളരെ സന്തോഷത്തോടെ തന്നെയാണ് എല്ലാ അംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഒട്ടേറെ പേർ കലാപരിപാടികൾ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. ഡാൻസും പാട്ടുമായി ഈ ദിവസം ഭിന്നശേഷി അംഗങ്ങൾ വളരെയധികം ആസ്വദിച്ചതായി സംഘാടകർ പറഞ്ഞു. അവരുടെ രക്ഷിതാക്കളും ഈ കലാമേള ആസ്വദിക്കാൻ എത്തിയിരുന്നു. ഇത്തരത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്നും ഇനിയും ഇത്തരം കായിക മേളകൾ സംഘടിപ്പിക്കാൻ പരിശ്രമിക്കുമെന്നും മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ശ്രീജിത്ത് പറഞ്ഞു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.